അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർ പൊതുവേ നല്ല നാച്ചുറലി ഒരു വിന്നർ മെൻറ്റാലിറ്റി ഉള്ളവരാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഇവർ ഏറ്റെടുക്കും. മണി സെൻസും ഇവരുടെ നല്ല ശക്തമാണ്. ഇമോഷൻസ് കാണിക്കാത്തത് കൊണ്ട് ആളുകൾ കോൾഡ് എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ തെറ്റായ ഒരു കാര്യമാണ്, നിങ്ങൾ ഇമോഷൻസ് നല്ല രീതിയിൽ തന്നെ അടക്കി പിടിക്കാറുണ്ട്. ഉള്ളിൽ വളരെ സെൻസിറ്റീവാണ്. നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. നല്ല ലീഡർഷിപ്പ് സ്കില്ല് നിങ്ങൾക്കുണ്ട്, നല്ല ഡിസിപ്ലിനുമാണ്. നിങ്ങൾ റെസ്പെക്റ്റ് കിട്ടിയാൽ അവർക്ക് ജീവൻ വരെ കൊടുക്കും. പക്ഷേ ഇൻസൾട്ട് ചെയ്താൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രതികാരം തീർക്കും. ഉറപ്പുള്ളൊരു കാര്യമാണ്. 2025 നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കരിയറിൽ ലൈഫ് ഡയറക്ഷനിലൊക്കെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് വഴി കൂടിയാണ് പോയെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി നിങ്ങളുടെ നാക്ക് പിഴ കാരണം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പണി തന്നെ കിട്ടി. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പ്രണയത്തിലും ഉണ്ടായി, ഫ്രണ്ട്സിൻ്റെ അടുത്തും ഉണ്ടായി, കൊളീഗിൻ്റെ അടുത്തുനിന്നും ഉണ്ടായി. എല്ലായിടത്തും ഒരു അപമാനവും ശരിക്കും പറഞ്ഞാൽ വന്നു. പൈസ വരും, അപ്പോൾ തന്നെ പോവും. എനിക്ക് മാത്രമാണോ ഈ ബർഡൻ എന്നൊരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇമോഷണലി നിങ്ങൾക്ക് നല്ലൊരു എക്സോഷൻ എന്തായാലും ഉണ്ടായിരുന്നു. 2025 നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിംഗ് ഇയർ ആയിരുന്നു. പക്ഷേ 2026 അങ്ങനെയല്ല. നിങ്ങൾക്കൊരു കംബാക്ക് ഇയർ തന്നെയായിരിക്കും. നിങ്ങളുടെ പോയ കോൺഫിഡൻസ് എല്ലാം തിരിച്ച് നല്ല രീതിയിൽ തന്നെ വരും. ആൾറെഡി ഇപ്പം നല്ല കോൺഫിഡൻറ്റ് തന്നെ ആയിരിക്കും 2025 അവസാനത്തോടെ. പക്ഷേ 2026 കൂടുതലാവും. മണി എന്തായാലും നല്ല രീതിയിലും വരും, റെസ്പെക്റ്റ് നല്ല രീതിയിൽ വരും. എല്ലാം തിരിച്ചു പിടിക്കണ ഒരു വർഷം തന്നെയാണ് 2026. 2026 ജനുവരിയിൽ ഒരു സ്ലോ സ്റ്റാർട്ടാണ്. മെൻ്റലി നിങ്ങൾക്ക് നല്ല ടയേർഡാണ്. മാനസികമായിട്ട് നിങ്ങൾ നന്നായിട്ട് തളരും. അതുകൊണ്ട് ഒരു ഡിപ്രഷൻ മോഡിലൊക്കെ പോവും. അത് കാര്യമാക്കണ്ട. നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ റെസ്റ്റ് വേണം. നിങ്ങൾ റെസ്റ്റ് എടുക്കാത്ത ചെയ്യണവും കൊണ്ട് നിങ്ങൾ വേണ്ട എല്ലാം നേടിയായിരിക്കും. പക്ഷേ ആരോഗ്യപരമായിട്ട് നിങ്ങൾ നല്ല വീക്കാവും. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ടൈം ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എല്ലാം പോയിണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കണം. അതുപോലെ ഓൾഡ് ഇഷ്യൂ വീണ്ടും സർഫേസ് ലെവലിൽ എന്തായാലും കാണും. അതുകൊണ്ട് ക്ഷമ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് വേണം. ഫെബ്രുവരി മാസത്തിൽ കരിയറിലൊരു ക്ലാരിറ്റി എന്തായാലും വരും. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എന്തായാലും നിങ്ങൾ എടുക്കേണ്ടി വരും. ഒരു സ്ട്രോങ്ലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സൺ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റർ ആവും. പ്രണയം നോക്കുകയാണെങ്കിൽ ഒരു ഓൾഡ് കോണ്ടാക്റ്റ് നിങ്ങൾ എന്തായാലും റിവൈവ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾ നല്ല സ്റ്റേബിൾ തന്നെയാണ്. മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് നല്ല വർക്ക് പ്രഷർ ഉണ്ട്. ഈഗോ ക്ലാഷ് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അടികൂടാനൊക്കെ നല്ല സാധ്യതയുണ്ട്. ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ വീട് സ്ലീപ്പ് ഇഷ്യൂ തന്നെ മാർച്ച് ഉണ്ടാവും. മാർച്ച് മാത്രമല്ല, എല്ലാ മാസത്തിലും ഈ ഹെൽത്ത് പ്രോബ്ലം, സ്ട്രെസ്സും സ്ലീപ്പ് ഇഷ്യൂ എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങളുടെ മാത്രം തീരുമാനമായതും കൊണ്ടാണ്. അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. കാമായിട്ടിരിക്കുകയാണെങ്കിൽ സക്സസ് എന്തായാലും നിങ്ങൾക്ക് വരും. ഏപ്രിൽ മാസത്തിൽ കരിയറിലൊരു ബ്രേക്ക് ത്രൂ എന്തായാലും ഉണ്ടാവും. ഇൻ്റർവ്യൂ, പ്രമോഷൻ, പുതിയ ഓപ്പർച്യൂണിറ്റി ഒക്കെ എന്തായാലും കിട്ടും. അൺഎക്സ്പെക്റ്റഡ് ഇൻകം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കുറച്ച് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. മെയ് മാസത്തിൽ നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു മന്താണ്. ഫാമിലി സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. സെൽഫ് കോൺഫിഡൻസ് നല്ല പീക്ക് തന്നെ ഉണ്ടാവും. കുറേ ആൾക്കാർ അത്യാവശ്യം സഹായിക്കാൻ നിങ്ങൾക്ക് എന്തായാലും മെയ് മാസത്തിലുണ്ടാവും. മെയ് മാസത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ സഹായം ചോദിക്കുകയാണെങ്കിൽ. പക്ഷേ ആ സഹായം ചോദിക്കുക പറഞ്ഞിട്ട് എല്ലായിടത്തും പോയി കടം ചോദിക്കാനും പാടില്ല, കടം വാങ്ങാനും പറ്റില്ല. നിങ്ങൾക്കത് വീട്ടാനൊക്കെ പറ്റും, പക്ഷേ നിങ്ങളുടെ കയ്യിൽ സേവിങ്സ് വളരെ കുറവായിരിക്കും. ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ട്രാവലിംഗ്, റീലൊക്കേഷൻ ചാൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഒരു ജോബ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും. ബിസിനസ് ഷിഫ്റ്റും എന്തായാലും ഉണ്ടാവും. പുതിയ ബിസിനസ്സിന് പ്ലാൻ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. റെസ്പോൺസിബിലിറ്റി കുറച്ച് ഏറ്റെടുക്കണം കൊണ്ട് വീണ്ടും സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ എന്തായാലും നിങ്ങൾ ഒഴിവാക്കണം. ജൂലൈ മാസത്തിൽ നല്ലൊരു ഇമോഷണൽ മന്താണ്. പ്രണയത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. ട്രസ്റ്റിൽ വിശ്വാസത്തിൽ ഒരു ടെസ്റ്റ് എന്തായാലും വേണ്ടി വരും. സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ പവർ വേണം. ഓഗസ്റ്റ് മാസത്തിൽ ബിഗ് ഫിനാൻഷ്യൽ റിലീഫ് ഉണ്ടാവും. ലോണൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റും. സേവിങ്സ് എന്തായാലും കൂടും. വർക്കിൽ കുറച്ച് റെക്കഗ്നിഷൻ ഉണ്ടാവും. അധികാരം തിരിച്ച് കിട്ടും എന്തായാലും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആൾറെഡി ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതെന്തായാലും തിരിച്ച് കിട്ടും. സെപ്റ്റംബർ മാസത്തിൽ ഒരു വലിയൊരു ലക്ക് തന്നെ ഉണ്ടാവും. പുതിയ പ്രൊജക്റ്റ്, ലീഡർഷിപ്പ് റോളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. റിലേഷൻഷിപ്പിൽ നല്ലൊരു സീരീസ് എന്തായാലും ഉണ്ടാവും. മാരേജിൽ എന്തായാലും നല്ലൊരു പോസിബിൾ തന്നെയാണ്. ഒക്ടോബർ മാസത്തിൽ ഒരു പതിയിരിക്കണ എനിമീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹിഡൻ എനിമീസ് എന്തായാലും എക്സ്പോസ് നന്നായിട്ട് ചെയ്യും. അതുകൊണ്ട് സത്യം പുറത്ത് വരും. ഒരു ഷോർട്ട് ടേം സ്ട്രെസ്സും അപ്പോൾ നിങ്ങൾക്കുണ്ടാവും. പെട്ടെന്ന് ഇമോഷണലി നിങ്ങൾ എന്തായാലും റിയാക്ട് ചെയ്യരുത്.
നവംബർ മാസത്തിൽ എന്തായാലും വിജയത്തിൻ്റെ ഒരു മാസമാണ്, കരിയറിലൊരു പീക്കിൽ നിൽക്കുന്ന ഒരു മാസമാണ്. മണി എന്തായാലും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വരും. റെസ്പെക്റ്റും സ്റ്റാറ്റസൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവും. എൻഗേജ്മെൻറ്റ്, കമ്മിറ്റ്മെൻറ്റ്, വൈബ്സൊക്കെ എന്തായാലും ഉണ്ടാവും. ഡിസംബർ മാസത്തിൽ ഒരു സമാധാനപരമായിട്ടുള്ളൊരു എൻഡിങ് തന്നെയാണ്. കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഞാനെല്ലാം സർവൈവ് ചെയ്തു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. ഇമോഷണൽ ഹീലിംഗ് എന്തായാലും വേണം. റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ഫസ്റ്റ് ഹാഫ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, ടെസ്റ്റിംഗ് മന്താണ്. സെക്കൻഡ് ഹാഫിൽ എന്തായാലും റിയൽ ബോണ്ടായിരിക്കും. അതായത് ജൂലൈക്ക് ശേഷമൊക്കെ ആയിരിക്കും അങ്ങനെ ഉണ്ടാവുക. ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തായാലും വിട്ടുപോകും. ഒരു സ്ട്രോങ് കണക്ഷൻ എന്തായാലും സ്റ്റേ ചെയ്യും. അത് നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും വേറൊരു കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതെന്തായാലും നല്ലൊരു കണക്ഷൻ തന്നെയാണ്. ഇപ്പോൾ കല്യാണം കഴിയാത്തവരാണെങ്കിൽ സെപ്റ്റംബറിനും ഡിസംബറിനും ഇടയിൽ നിങ്ങൾക്കൊരു കല്യാണ സാധ്യത കാണുന്നുണ്ട്. കരിയറിലും ജോബിലും ബിസിനസ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ജോബ് ചേഞ്ച് കാണുന്നുണ്ട്. ഗ്രോത്ത് നല്ല രീതിയിൽ വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ബിസിനസ്സുകാർക്ക് ജൂണിന് ശേഷമാണ് നിങ്ങൾക്കൊരു റൈസപ്പ് ഉള്ളൂ. അതുവരെ കാര്യമായിട്ട് വലിയ റൈസപ്പൊന്നും എന്തായാലും ഇല്ല. ലീഡർഷിപ്പ് റോള് എന്തായാലും നല്ല രീതിയിൽ ഫേവറാണ്. നിങ്ങളത് നന്നായിട്ട് തന്നെ നോക്കിക്കോളൂ. ഏപ്രിൽ, ഓഗസ്റ്റ്, നവംബർ ഇതാണ് നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റായിട്ടുള്ള മന്ത്. ഫൈനാൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ നല്ല കെയർഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യണം. കടം ആർക്കും കൊടുക്കരുത്. കടം വാങ്ങാണ്ടിരിക്കുകയായിരിക്കും പിന്നെയും നല്ലത്. ഏപ്രിലിന് ശേഷം കുറച്ചൊക്കെ റിക്കവറി എന്തായാലും ഉണ്ടാവും. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ സേവിങ്സും അസറ്റ് ഉണ്ടാക്കലൊക്കെ എന്തായാലും ഉണ്ടാവും. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്, അത് വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ്. 2026 നിങ്ങൾ പഠിക്കണത് ഓവറായിട്ട് ആരെയും സഹായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ എനർജി തന്നെ കാത്തു സൂക്ഷിക്കണം എന്നൊരു പാഠം നിങ്ങൾ എന്തായാലും 2026 പഠിക്കും. ഇന്നർ ഗ്രോത്ത് നല്ല സ്ട്രോങ് തന്നെയാണ്. എല്ലാ ശനിയാഴ്ചയും വല്ല ഭക്ഷണം ചാരിറ്റി ചെയ്യുന്നത് നന്നായിരിക്കും. കറുത്ത തുണിയും ചാരിറ്റി ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങൾ വേണിച്ച ഒരു ഡാർക്ക് ബ്ലൂ ഡ്രസ്സൊക്കെ സാറ്റർഡേ ഇടുന്നത് നിങ്ങൾക്ക് നല്ലത് തന്നെയായിരിക്കും. 2025 നിങ്ങൾക്ക് തകർപ്പെട്ട കാര്യങ്ങൾ 2026 പണിയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാരണമാണെന്ന് മാത്രം വിശ്വസിക്കുക.